മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ എങ്ങനെയുണ്ട്? പിണറായിനെ കണ്ണിന് കാണാൻ പാടാം. കണ്ണിന് കാണാൻ പാടില്ല. എന്തു പറ്റി? അതെങ്കിലും ഭരിച്ചോട്ടെ. അതിന് കള്ളക്കടത്തിനുള്ള വശമുണ്ട്. ഭരിക്കാൻ അറിയാൻ പാടില്ല. എന്തിനു പറയുന്നു? ജസ്റ്റ് ആലപ്പുഴ ബൈപ്പാസ് 40 വർഷം വേണ്ടി വന്നു ആ ഒരു ശവമോഷം കിട്ടാൻ വേണ്ടിയിട്ട്. കോൺഗ്രസ് വരുന്നുള്ള കുഴൽനാടൻ്റെ കൊള്ളാണ് ജയിക്കും. കുഴൽനാടൻ തന്നെ ജയിക്കും. കുഴൽനാടിന് ഒരു സപ്പോർട്ടുണ്ട്. കോൺഗ്രസ് കുഴൽനാടൻ തന്നെ വരും. എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ ആയോ? ഇലക്ഷൻ ചൂട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആര് പിടിക്കും കുറി? വികസനമല്ല ലക്ഷ്യമിട്ടിരിക്കുന്നത്. വികസനം ലക്ഷ്യമിടുമ്പോൾ ആര് വന്നാൽ ഈ വികസനം സാധ്യമാകും? വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പാർട്ടി തന്നെ വരട്ടെ. വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ കേരളം പൊതുവെ ഒരു 15 വർഷം പിറകോട്ടാണല്ലോ. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കേരളം പൊതുവെ ഒരു 15 വർഷം പിറകോട്ടാണ്. അത് ഇടത് മുന്നണിയും വലത് മുന്നണിയും മാറി മാറി ഭരിച്ചതും കൊണ്ടുള്ള ഒരു തിക്താനുഭവങ്ങളാണ്. സോ മറ്റൊരു ബദൽ മാർഗം വരട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ജനങ്ങളാകെ വറീഡായിട്ടിരിക്കുകയാണ്, ഫെഡപ്പായിട്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയമായിട്ടുള്ള അതിപ്രസരം കാരണം ഇവിടത്തെയുള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ്. സോ ഈ 10 വർഷത്തില് തൃപ്തനല്ല എന്ന് ഈ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ടോട്ടലി, അതായത് ഫ്രം 1954 കേരളം പിറവിയായതിനു ശേഷം അന്ന് മുതൽ ഇന്ന് വരെയുള്ളത്. സോ ഒരു ഡെവലപ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളമാണ് പുറമെ ഇത്തിരി പുറകോട്ട് നടക്കുന്ന കാര്യം. എഡ്യൂക്കേഷനാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു അവസരം വരികയാണ്. അപ്പോൾ ഇവിടെ തന്നെ അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ UK പോയിരിക്കുന്ന അല്ലെങ്കിൽ അയർലൻഡിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ +2 കഴിഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെ അവിടെ നിന്ന് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇവിടെ തന്നെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം എന്നത്. അല്ലാതെ രാഷ്ട്രീയക്കാരുടെ പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കരുത് ഒരിക്കലും. സോ ജനങ്ങൾക്ക് എന്താണോ ഇത് വേണ്ടത്, അതായത് നമുക്ക് വേണ്ടി ഭരിക്കാൻ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിൽ അതാണ് ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കിയിടത്തോളം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസുകളുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് അവയർനെസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പഴയ കാല ജനങ്ങൾക്ക് മാത്രം ഇപ്പോഴും മാറാതിരുന്നിട്ടുള്ളൂ. യൂത്ത് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ശരിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആഫ്റ്റർ ഓൾ നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇപ്പോൾ നിതിൻ ഗഡ്കരി വന്നതിന് ശേഷം ഉണ്ടാകുന്ന റോഡ് ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനു പറയുന്നു? ജസ്റ്റ് ആലപ്പുഴ ബൈപ്പാസ് 40 വർഷം വേണ്ടി വന്നു ആ ഒരു ശവമോഷം കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ ജനങ്ങൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ യൂത്ത് അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യൂത്ത് പോസിറ്റീവായിട്ട് മാറി ചിന്തിക്കേണ്ട ഒരു ഇത് വന്നിരിക്കുന്നു. ആഫ്റ്റർ ഓൾ ഡെവലപ്മെൻറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു ചേട്ടാ. നമസ്കാരം. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? ഇലക്ഷൻ ചൂടൊക്കെ ആയോ? ഇവിടെ ആര് പിടിക്കും കുറി? ഇവിടെ ഇടതുപക്ഷമാണ്. ആരെ പിടിക്കണം? മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഭരണമൊക്കെ? ഭരണം നല്ല ഭരണ പിണറായിയുടെ ഇടതുപക്ഷം നല്ല ഭരണം. അതെ, അപ്പൊ അത് തന്നെ തുടരണം എന്നാണ്. അത് തന്നെ ആഗ്രഹം. അത് തന്നെ തുടരണം എന്നാണ്. ചേട്ടനോ എങ്ങനെയുണ്ട്? കോൺഗ്രസ് വരുന്നുള്ള കുഴൽനാടൻ്റെ കൊള്ളാണ് ജയിക്കും. കുഴൽനാടൻ തന്നെ ജയിക്കും. ഇപ്പൊ സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഭരണം ഈ ഒരു കുറച്ച് കാലയളവ് കൊണ്ട് എങ്ങനെയുണ്ട് മൊത്തത്തില്? മൂവാറ്റുപുഴയ്ക്ക് വികസനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ഇനിയും തുടരണം എന്നാണ് ആഗ്രഹം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണം? ഒരു 10 വർഷക്കാലമായിട്ട് നമ്മൾ ഒരേ ഇതിൽ കീഴിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിലൊരു ആരോഗ്യരംഗമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ? ഇവിടുത്തെ മുനിസിപ്പൽ ഭരണമൊക്കെ നല്ല രീതിയിലാണ്. അതെ അല്ലേ? നമ്മൾ സർക്കാർ ആശുപത്രികളിൽ പോവാറുണ്ടോ? കുറവാണ്. നല്ല അറിഞ്ഞിരിക്കണമല്ലോ. അതെ, നമ്മുടെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. മൂവാറ്റുപുഴയെ സംബന്ധിച്ചുള്ള കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഇവിടെ ഇക്കുറി ആര് പിടിക്കും? ആര് പിടിക്കുന്നത്? ബലാബലാണ്. ബലാബലാണ്. എന്നാലും ആര് വരണം? ആര് വരണം എന്ന് വെച്ചപ്പോൾ പുതിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത കാരണം LDF ഗവൺമെന്റ് വരണം എന്നുള്ളതാണ് ആഗ്രഹം. LDF തന്നെ വരണം എന്നാണ് ആഗ്രഹം. ഇവിടെ ഇപ്പൊ മാത്യു കുഴൽനാടനല്ലേ? അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? പ്രവർത്തനം പുതിയ പദ്ധതികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴയ MLA ഇരുന്ന പദ്ധതികൾ കംപ്ലീറ്റ് ആക്കുക ചെയ്തിട്ടുള്ളൂ. പുതിയ പദ്ധതികളൊന്നും അതിന് മുമ്പുണ്ടായിരുന്ന വാഴയ്ക്കൻ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്താണ്. LDOS ഒക്കെ ചെയ്താണ്. ഇതിരുന്നപ്പോൾ UDF LDF MLA നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തവണ അത് അത്ര പോരാ. അപ്പൊ LDF തന്നെ തുടർഭരണം വരണം ആഗ്രഹം. ഇലക്ഷനൊക്കെ എന്തായി? ചൂട് പിടിച്ചു തുടങ്ങിയോ? ചൂട് പിടിച്ചു തുടങ്ങി. നമ്മുടെ കൊഴനാട് മാത്യൂസ് അല്ലേ? മാത്യു കൊഴനാട് തന്നെ ജയിക്കും. ഉറപ്പുണ്ട്. ആണോ? അത്ര നല്ല പ്രവർത്തനാണ്. നല്ല പ്രവർത്തനം. അദ്ദേഹത്തെ അത്ര ഇഷ്ടമാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ എങ്ങനെയുണ്ട്? പിണറായിനെ കണ്ണിന് കാണാൻ പാടാം. കണ്ണിന് കാണാൻ പാടില്ല. എന്തു പറ്റി? അതെങ്കിലും ഭരിച്ചോട്ടെ. അതിന് കള്ളക്കടത്തിനുള്ള വശമുണ്ട്. ഭരിക്കാൻ അറിയാൻ പാടില്ല.
അവരുടെ അവരുടെ കുടുംബം മാത്രമേ മാത്രം അവരുടെ കുടുംബം അവരുടെ ആൾക്കാർ മാത്രം രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുള്ളൂ. നമ്മൾ ജനങ്ങളൊന്നും രക്ഷപ്പെടണ്ട. ആ അപ്പോൾ ഇനി 10 വർഷം അടുപ്പിച്ച് ഭരിച്ചു, ഇനി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം കയറിയിട്ടുണ്ടല്ലോ ഭരിക്കാൻ വേണ്ടി. അത് എന്നാ ഇറങ്ങണേന്ന് അറിയില്ലല്ലോ. വോട്ട് തീരുന്നവരെ കാണും, അവിടെ കസേരയെ കാണും. അതിനെ കാണും. എന്തെങ്കിലും പറയാനുണ്ടോ മുഖ്യമന്ത്രിയുടെ അടുത്ത്? എനിക്കൊന്നും പറയാനില്ല. എനിക്കെന്തിനാ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയണം? അദ്ദേഹത്തോട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജീവിക്കണം. സർക്കാരൊന്നും തരുന്നില്ല. പിന്നെ എന്നാ തരും? ശരി. എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ? എങ്ങനെയുണ്ട് ഇക്കുറി? ആര് പിടിക്കും? ആയിട്ടില്ല. ഇവിടെ ആര് പിടിക്കും അതറിയില്ല കേട്ടോ. എങ്ങനെയുണ്ട്? മാത്യു കുഴൽനാടൻ എങ്ങനെയുണ്ട്? കുഴൽനാടിന് ഒരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ടുണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ? പിണറായി ഭരണം വലിയ മോശം പറയാൻ പറ്റില്ല. വലിയ മോശം പറയാൻ പറ്റില്ല. ഇനി തുടരണം എന്നാണോ? അപ്പോ പിണറായി അധികാരത്തിൽ വീണ്ടും വന്നെന്നാണ് എൻ്റെ. വീണ്ടും വരണം എന്നാണ് ആഗ്രഹം. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ? എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? ആര് പിടിക്കുമായിരിക്കും? കോൺഗ്രസ്. കുഴൽനാടൻ തന്നെ വരും. മൊത്തത്തിൽ എങ്ങനെയാ കേരളത്തിലെ ഒരു ഭരണം? പിണറായി ഭരണത്തിൽ സംതൃപ്തനാണപ്പോ? അദ്ദേഹം തന്നെ തിരിച്ചു വരണം എന്നാണോ അതോ ഇനി ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നു? മാറ്റം വരണം എന്നാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഡീസലിനൊക്കെ അങ്ങോട്ട് വില അങ്ങോട്ട് കയറി പോയേക്കല്ലേ? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ സാധാരണക്കാരന് എന്തെങ്കിലും അനുകൂലമായിട്ടുണ്ടോ? ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ള വിശ്വാസം ഉണ്ടോ? ആ വിശ്വാസത്തിന് പുറത്ത് മറ്റൊരു UDF വരട്ടെ എന്ന് തന്നെയാണ്. താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ട്? ആര് പിടിക്കും ഇക്കുറി? ആരെങ്കിലും പിടിക്കില്ല, നമുക്ക് താല്പര്യമില്ല. ആര് പിടിച്ചാൽ നമുക്ക് ഗുണം ഉണ്ടാവും? ആര് പിടിച്ചാലും ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ ഇത്രയും കാലം പിടിച്ച ആൾക്കാർ കൊണ്ടൊന്നും ഗുണമില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു പിണറായി ഭരണം? ഒന്നും കുഴപ്പമില്ലാണ്ട് പോകുന്നു. ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? തമ്മിൽ തല്ലേ അവര് അടിപിടിയല്ലേ. കോൺഗ്രസിന്റെ തമ്മിൽ തല്ലലാണോ വിഷയം? അവരാരും മുഖ്യമന്ത്രി ആവുന്നില്ല ജയിച്ചാൽ. ഇനി പിണറായി വിജയൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി വരാനാണ് സാധ്യത. എന്നാലും ഒരു ഇലക്ഷനെ പറ്റിയിട്ട് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? മാത്യു കുഴൽനാടൻ ഉറപ്പായിട്ടും ജയിക്കും. 100% ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ? പ്രവർത്തനം 100% നല്ല രീതിക്കുള്ള പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷെ എന്നാലും എല്ലാവരുടെ പ്രവർത്തനം 100% പുള്ളി വിജയിക്കും, ഉറപ്പാണ്. ഉറപ്പ്. നമസ്കാരം ചേച്ചി, എൻ്റെ പേര് വാസന്തി. ഇപ്പോൾ ഇലക്ഷനൊക്കെ ആവേശം കയറിയല്ലേ? എങ്ങനെ ഇലക്ഷനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇലക്ഷനെ പറ്റിയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഭരണം ഭരിക്കുന്ന ആൾക്കാർ വരണം. ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? പിണറായി വരണം എന്നാണ്. പിണറായി വരണതാണ് ആഗ്രഹം. ഇപ്പോൾ 10 വർഷമുള്ള പിണറായി സർക്കാരിന്റെ ഭരണത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. ഭരണത്തെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് മേഖലയിലാണ് നല്ല ഭരണം കാഴ്ച വെച്ചിട്ട്? എന്താ പറയുക, വീടിന് ഇപ്പോൾ കുറേ ലൈഫിൽ പദ്ധതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ കുറേ ചെയ്തിട്ടുണ്ട്. പിണറായി സർക്കാർ തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്.